എങ്ങനെയെങ്കിലും ഗവൺമെന്റ് എന്നൊരു ആഗ്രഹം അതെത്തിച്ചു. പാലക്കാട് ജില്ലയിലെ തിരക്കുകളിൽ നിന്ന് മാറിയൊരിടം, മനോഹരമായ ഒരു ഗ്രാമം. അവിടേക്കുള്ള യാത്ര മനസ്സിന് നൽകുന്നത് കുളിർമയുടെ അനുഭവങ്ങൾ മാത്രം. താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു മനുഷ്യൻ, ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ പഠിച്ചതിൽ നിന്നും മനസ്സിൽ കോറിയിട്ട ഒരു രൂപം, അതുമാത്രമായിരുന്നു OV വിജയൻ. പാലക്കാട് ചിറ്റൂരിൽ നിന്നും 15 കിലോമീറ്റർ മാറി വിജനമായി കിടന്നിരുന്നൊരിടം. ഇന്ന് ഒരു മനുഷ്യന്റെ പേരിൽ ഇവിടത്തേക്ക് ആളുകൾ എത്തുന്നു, കാണുവാൻ, പഠിക്കുവാൻ, അറിയുവാൻ. താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു സാധാരണക്കാരൻ മാത്രമായിരുന്നില്ല കേരളത്തിന് വിജയൻ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരിടം. തരക്കേടില്ലാത്ത റോഡിന് ഇരുവശത്തുമായി ഭംഗിയുള്ള കൃഷിഭൂമികൾ, റോഡിൽ നിന്നും തിരിഞ്ഞു കയറുമ്പോൾ ഒരു വലിയ കമാനം, OV വിജയൻ സ്മാരകം എന്നെഴുതിയിരിക്കുന്നു. അവിടെ നിന്നും കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് OV വിജയൻ എന്ന മലയാളികൾക്ക് ചിരപരിചിതനായ സാഹിത്യകാരൻ താമസിച്ചിരുന്നിടം, തസ്രാക്ക്. ആധുനിക സാഹിത്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മനുഷ്യൻ. പാലക്കാടിന്റെ സന്തതിയായി പിറന്ന ഇദ്ദേഹം ഡിഗ്രി പഠനം പാലക്കാട് വിക്ടോറിയ കോളേജിലും PG മദ്രാസ് പ്രസിഡൻസി കോളേജിലുമാണ് പൂർത്തിയാക്കിയത്. തസ്രാക്ക് എന്ന ഗ്രാമവും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരും ഒരു പുസ്തക രൂപത്തിലെത്തിയാൽ മലയാളികളെ മുഴുവൻ പിടിച്ചിരുത്തുമെന്നോ ആ പുസ്തകത്തിന്റെ പേരിൽ ആ ഗ്രാമം അറിയപ്പെടുമെന്നോ ആരും കരുതിയില്ല. ഒരു 21 ദിവസം കൂടെ തങ്ങി അതീ പറയുന്ന അള്ളാപ്പിച്ചുണ്ടാക്കാൻ ഇവിടെയുള്ള ജനങ്ങളാണ്. OV വിജയന്റെ മൂത്ത സഹോദരി ടീച്ചറായി തസ്രാക്കിലേക്ക് വരികയും തീരെ സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ താമസിക്കുവാൻ ഒരു വീട് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായി തന്റെ സഹോദരിയെ സന്ദർശിക്കുവാനാണത്രേ OV വിജയൻ ആദ്യമായി തസ്രാക്കിലേക്ക് എത്തുന്നത്. 1969 പുറത്തിറങ്ങിയ ഖസാക്കിന്റെ ഇതിഹാസം തമിഴിന്റെ കൂടിച്ചേരലിൽ നിന്ന് അതുവരെ പൂർണ്ണമായി മോചനം കിട്ടാതിരുന്ന മലയാള സാഹിത്യത്തിൽ ഒരു വഴിത്തിരിവ് സമ്മാനിച്ചു. മനുഷ്യന്റെ ഉള്ളിലെ അസ്തിത്വ വിഷാദവും പാപബോധവും ദാരിദ്ര്യവുമൊക്കെ ഈ ചെറിയ ഗ്രാമത്തിലെ മാധവൻ നായർ, രവി, കുപ്പുവച്ചൻ, അള്ളാപ്പിച്ച മൊല്ലാക്ക, മൈമൂന, കുഞ്ഞാമിന, അപ്പുക്കിളി തുടങ്ങിയ മനുഷ്യജീവിതങ്ങളിലൂടെ OV വിജയൻ പകർത്തിയെടുത്തു. ഇവിടെ തസ്രാക്കിൽ ആ പഴയ വീടും മുറികളും വിശ്രമകേന്ദ്രവും കഥാപാത്രങ്ങളുടെ കൽപ്രതിമകളും മറക്കാനാവാത്ത അവശേഷിപ്പുകളും ഇന്നും നിലനിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം ഒരു കഥയായിരുന്നില്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ബോധ്യമാവും. തസ്രാക്കിനെ ഇഷ്ടപ്പെടുന്ന, OV വിജയനെ ഇഷ്ടപ്പെടുന്ന കുറച്ചാളുകൾ തന്നെയാണ് ഈ സ്മാരകവും പരിസരവും നോക്കി നടത്തുന്നതും. വരുന്നവരെയൊക്കെ സ്വീകരിച്ച് പൂർണ്ണ മനസ്സോടെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവർ. OV വിജയനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും കാണാം ഇവിടെ. പിന്നിലെ ഇരുനില കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ OV വിജയന്റെ ഉപഹാരങ്ങളും അവാർഡുകളും ഒക്കെ ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് വീട് മോടി പിടിപ്പിച്ചിരിക്കുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച മനുഷ്യൻ ലോകം അറിയുന്ന പ്രശസ്ത എഴുത്തുകാരനാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സൃഷ്ടി വൈഭവം ഒന്നുകൊണ്ട് മാത്രമാണ്. മലയാളികൾ ഒരിക്കലെങ്കിലും തസ്രാക്ക് സന്ദർശിക്കണം. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഇവിടം. പുതുമയുള്ള കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.